കണ്ണിന് കുളിർമയും മനസ്സിന് കുളിരും നൽകുന്ന വർണ്ണാഭമായ കാഴ്ചകൾ കോട്ടയം ജില്ലയിലെ മലരിക്കൽ ടൂറിസം കേന്ദ്രത്തിലാണുള്ളത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാത്രമല്ല, ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ആമ്പൽ ശേഖരപ്പാടം ഇതായിരിക്കും. ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും കൃഷി ചെയ്തതല്ല. ഇതിവിടെ സ്വമേധയാ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ജൈവ വൈവിധ്യ ആവാസ വ്യവസ്ഥയാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ഇത് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശികളും സ്വദേശികളും അന്യസംസ്ഥാനത്തിൽ നിന്ന് വന്നിട്ടുള്ള ടൂറിസ്റ്റുകളും ഇതിനകം ഇവിടം വന്ന് സന്ദർശിച്ചു പോയി. ഇനിയും ഒരുപാട് ആളുകൾ വരും എന്നാണ് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നാട്ടുകൂട്ടം പറയുന്നത്. ഈ ഒരു നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ഈ ടൂറിസം സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാണ് ഈ കാഴ്ചയുടെ വ്യക്തിഗതമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ താറാവ് കൃഷിയും അതുപോലെ തെങ്ങിൽ കയറി ചെത്തുന്ന കൃഷിയും പുറമെ ടൂറിസം ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുക എന്നുള്ളതാണ് സത്യം. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ തുടുത്ത നിറത്തിൽ കാണുന്ന ഈ പൂക്കൾ തന്നെയാണ്. രാവിലെ 6 മണിക്ക് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് വിരിയുകയും 10 മണിക്ക് ശേഷം സൂര്യൻ്റെ ചൂട് കൂടുന്നതും അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ് ഉച്ചസ്ഥായിയിൽ എത്തുന്നതോടുകൂടെ ഇത് കൂമ്പിപ്പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ കാഴ്ചക്കാർക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയം പുലർച്ചെ ഒരു 6:30 മുതൽ 10 മണി വരെ എന്നുള്ള അതാണ് ടൈം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വാടിപ്പോവും, കൂമ്പിപ്പോകുന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അത് ചുരുങ്ങിപ്പോവും. അതിൻ്റെ പരന്നിട്ടുള്ള വിശാലമായിട്ടുള്ള കാഴ്ച നമുക്കൊരിക്കലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിരാവിലെ ഞാൻ ഇങ്ങോട്ട് എത്തി. പക്ഷെ എന്നെ അതിശയിപ്പിച്ചെന്ന് വെച്ചാൽ എന്നേക്കാൾ മുമ്പ്, അതായത് 7 മണിയായിപ്പോൾ എന്നേക്കാൾ മുമ്പേ എത്തിയ ഒരുപാട് ആളുകൾ, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ കുറേ താമരപ്പൂ വിൽക്കാൻ വെച്ചിരിക്കുന്നു. കൗതുകരമായ കാര്യം ഇത് വാങ്ങാനും ഫോട്ടോ എടുക്കാനും ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. കെട്ടിന് 30 രൂപയാണ് വില. ആ കാണുന്നതാണ് യാത്രാ പോയിന്റ്. അവിടെ എത്തുമ്പോൾ തന്നെ വഞ്ചിക്കാർ നമ്മളെ അടുത്തേക്ക് വരും, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എത്രയാ ഇത്? അവിടെ 1 മണിക്കൂർ അവിടെ 1 മണിക്കൂർ, അതായത് 4-5 കിലോമീറ്റർ ഉണ്ട് പോയി വരാനായിട്ട്. 1000 രൂപ ഒരു വള്ളത്തിൽ. ഇവിടെ ഏറ്റവും പൂവുള്ള സ്ഥലമാണ്. അവിടെ എല്ലാവരും പോകുന്നു. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ ഫോണിനകത്തൊക്കെ വരുന്ന ആ പടത്തെ ഇവിടുത്തെ. പക്ഷെ ഞാനിവിടെ അറ്റൻഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് വേണ്ടത് കൂടുതൽ പ്രൈവസിയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അന്വേഷിക്കാമെന്ന് വിചാരിച്ച് ഈ ഉള്ളേരിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോഴാണ് പെട്ടെന്നൊരു ചേട്ടൻ്റെ വിളി. ഇവിടെ തന്നെ ഒരാളായിട്ടുള്ള ഒരു ചേട്ടൻ്റെ വിളി. ഫൈനലി ചേട്ടനെയും തോണിയും ഞാൻ വിലപേശി വാങ്ങി. ഇനി ബാക്കി മലരിക്കലെ വിശേഷങ്ങൾ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരും. ചേട്ടന്റെ പേരെന്താ? കൊച്ചുമോൻ, മലരിക്കൽ. ചേട്ടനിപ്പോ എത്ര വയസ്സായി? 51 വയസ്സായി. ഇതിപ്പോ 6 വർഷമായില്ലേ തുടങ്ങിയിട്ട്? 6 വർഷം എന്നും ഇങ്ങനെ ഇറങ്ങാറുണ്ടോ? ഞാൻ ഈ അടുത്ത നാളിലെ വള്ളം മേടിച്ചത്, ഈ വർഷമാണ് വള്ളം മേടിച്ചത്. ഈ വർഷം ഇറങ്ങിയില്ലേ? ഈ പുള്ളിയെ നമ്മള് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയാണ് കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ ഒന്ന് ചിറ്റി അടിച്ചപ്പോ നല്ല രീതിയിൽ മൂപ്പരും ഇങ്ങോട്ട് ചോദിച്ചു വെള്ളമുണ്ട് പോകണോന്നൊക്കെ. അപ്പൊ കേറിയതാണ്. പുള്ളി നാട്ടുകാരനാണ്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ഒട്ടുമിക്ക സ്ഥലങ്ങളും മൂപ്പർക്ക് അറിയാം. നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങൊരു ടവർ കാണുന്നുണ്ടോ? ആ ടവറിന്റെ ആ കാട് പോലെ കണ്ടോ? അതാണ് അമ്പലം. അതിന് അടുക്കാണ് അമ്പലം. അത് ദേവീക്ഷേത്രം. അത് പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് പഴക്കമുള്ള അമ്പലം. അത് പിന്നെ 1-ാം തീയതി അത്തത്തിൻ്റെ അന്ന് മാത്രമേ ഉള്ളൂ നട തുറക്കത്തുള്ളൂ. മേടം 3-നാണ് കൊടിയേറുന്നത്. ശനിയും ഞായറും നല്ല തിരക്ക്, പിന്നെ ഉള്ള ദിവസങ്ങളിൽ അത്രയും തിരക്കില്ല. ഇപ്പോൾ ഒരു 6 വർഷമായി ഇതുപോലെ ആമ്പലിൻ്റെ ഇങ്ങനെയായിട്ട് പുറം രാജ്യങ്ങളിൽ ആൾക്കാർ അതുപോലെ വരുന്നത്. ഫോട്ടോഷൂട്ട് ഒക്കെയാണ് ഇഷ്ടംപോലെ വരുന്നത്. സിനിമ ഉണ്ട്. ഒരു തെലുങ്കിന്റെ
പറഞ്ഞ അതിപ്പോ ഒരു 2 മാസമായെന്ന് തോന്നുന്നു. 850 ഏക്കർ. ഇതിന്റെ ഈ പാടത്തിന്റെ പേര് തന്നെ തിരുവായിക്കേരി ടർക്കിപ്പാടം എന്ന് പറയും. അമ്പലം താമരയുമായിട്ടുള്ള വ്യത്യാസമാണ്. താമര സൂര്യന്റെ, അത് പകല് ഇങ്ങനെ അമ്പലമാണെങ്കിൽ സൂര്യന്റെ ചൂട് അനുസരിച്ച് ഇവൻ പാടും. കരയിലെ റോഡുകൾ പോലെ കായലിലെ ഗതാഗത പാതകളാണിത്. ബോട്ടുകൾ സഞ്ചരിച്ചുകൊണ്ടാണ് ഈ വഴി നിർമ്മിക്കപ്പെടുന്നത്. പക്ഷേ താമരകൾക്കിടയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ തുഴയുന്ന വഞ്ചിയിൽ വേണം പോകാൻ. അതുകൊണ്ടാണ് ഞാൻ വഞ്ചി സ്വീകരിച്ചത്. ഇതിന് എന്റെ കട്ടാമ്പൽ എന്നാ പറയുന്നത്. കട്ടാമ്പല്, വെള്ളയാമ്പല് കുറവാ. 650 ഏക്കറാണ് ആദ്യം. ഇപ്പൊ അത് ഫുള്ളായി 850 ഏക്കറുമായി. ആദ്യം 650 ഏക്കർ ഫുൾ ഉണ്ടായിരുന്നു. പിന്നെ അതിപ്പോ ഇതേപോലെ അല്ല, വെള്ളയുണ്ട്. അത് സൈഡിലൊക്കെ കുറച്ച് ഒക്കെ ഉള്ള കാണുന്നത്. വൈറ്റ് ഉണ്ട്. വൈറ്റ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന വഴി ഒരു സൈഡിലൊരു ശാലമുണ്ട് വൈറ്റ്. ഗുണമുണ്ടോ? മോനിയ ചിലർക്ക് ഈ അലർജി ഉള്ളവർക്ക്. മലരിക്കലെ ആമ്പൽ വസന്തം. നല്ല മഴ ചാറുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഫോണും ക്യാമറയൊക്കെ കേടന്നതെന്ന് പറയാം. എന്തായാലും നല്ല വ്യൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 850 ഏക്കർ ആമ്പൽ എന്നൊക്കെ പറയുന്നത് കണ്ണിന് വളരെ കുളിർമുള്ള കാഴ്ച തന്നെയാണ്. ക്യാമറക്ക് അത് പകർത്തുന്നതിൽ അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ ഉണ്ടെങ്കിലും കഴിയുന്ന രീതിയിൽ ഞാൻ കണ്ടുകൊണ്ട് എടുത്തിട്ടുണ്ട്. ശക്തമായ മഴയാണെങ്കിലും കാഴ്ചയ്ക്ക് ഒരു കുറവുമില്ല. മഴ മൂലം എല്ലാവരും കയറി നിൽക്കാൻ പോവാണ്. അപ്പൊ നമ്മളും ഇതിനുള്ളിലേക്ക് കയറി. ശരിക്കും ഒരു ദ്വീപിലേക്ക് പോകുന്ന ഒരു ഫീലാണ് കേട്ടോ ഈ തോണിയിൽ ഇങ്ങനെ പോകുമ്പോൾ. അത് ആ കാണുന്നത് ഒരു അമ്പലമാണ്, വയലിനടുക്കുള്ള ഒരു അമ്പലമാണ്. അവിടെയാണ് നമുക്ക് മുമ്പ് പോയവരൊക്കെ മഴ പെയ്തപ്പോൾ തങ്ങിയത്. നമ്മൾ അവിടെയാണ് തങ്ങുന്നത്. നമ്മൾ മഴയത്ത് കുടുങ്ങിയപ്പോൾ ഒരു ഇടത്താവളമാണത്. ഇതെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്പലം. ഈ അമ്പലത്തിന് ചുറ്റിലും താമരപ്പാടാണ്. ഒരു തുരുത്തിൽ ഒരമ്പലം. ബാക്ക് സൈഡൊക്കെ നോക്കിയാൽ ഒരു പന കാണുന്നുണ്ട്, ക്ഷേത്രത്തിന്റെ ഒരു ദക്ഷിണ കാണുന്നുണ്ട്. അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ ഈ കാഴ്ച നമുക്ക് ദൃശ്യമാകും. പോവാം. ഇനി മഴ ഉണ്ടാവുമോ? പെട്ടെന്നുള്ള മഴയിൽ നമുക്കൊരു സംരക്ഷണം നൽകിയ ഈ അമ്പലം, അത് നമ്മൾ എന്നും ഓർമ്മിപ്പിക്കേണ്ടതാണ്. അമ്പലത്തിന് ചുറ്റിലും ഒരു ചെറിയൊരു ഷീറ്റുള്ള ഒരു കെട്ടിടമുണ്ട്. അതിലാണ് അഭയം കിട്ടിയത്. ഇനി ഈ അമ്പലം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു തുരുത്തിലാണ്. അല്ലേട്ടാ? വലിയ വീട്ടിൽ ദേവി ക്ഷേത്രം, അതാണ് ഈ അമ്പലത്തിന്റെ പേര്. ഇവിടെ വിവാഹമൊക്കെ നടക്കുവോ? ഇതാണ് ഈ നടവഴി അല്ലേ? ഈ നടവഴിയിലൂടെയാണ് അമ്പലത്തേക്കുള്ള എൻട്രി. നല്ല മറ്റേ സിമെന്റിന്റെ ചാക്കിലും മണലൊക്കെ നിറച്ചിട്ടുള്ള വഴി. അമ്പലം തീർത്തും ഒരു ചതുപ്പില്, ഒരു തുരുത്തിലല്ലേ, ഒറ്റയ്ക്ക്, ചുറ്റിലും ആമ്പൽ. വീണ്ടും മഴയത്ത് നല്ല ഭംഗിയാട്ടോ. മഴയത്തേ ഈ അമ്പലം കാണാൻ നല്ല ഭംഗിയാ പറയാ. മീൻ കൃഷി വലയിടും. മീൻ കൃഷിയുണ്ട്, വലയിടുന്നവരുണ്ട്. തോണ അമ്പലിന് ഇത് കാരണം ആരും വലയിരുത്തില്ല. പിന്നെ ചൂണ്ട ഇടിയിലുണ്ട്. നമ്മുടെ പൊങ്ങിട്ട് ചൂണ്ട ഇടിയില് വരാല്, ചെറുമീൻ, ഇങ്ങനെ ഉള്ളതൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ വളർത്തുമീൻ ഇതൊക്കെ കിട്ടും. കോട്ടയം. അങ്ങനെ മലരിക്കലിലെ മനോഹരമായ ആമ്പൽ വസന്തവും കണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. പോകുന്ന വഴിയിൽ സന്ദർശകർ ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സമയം 10 മണിയായി, അത്യാവശ്യം വെയിലൊക്കെ വന്നു. അപ്പോൾ ഈ അവരുടെ സന്ദർശകരുടെ കൂടെ ഒരു അഭിപ്രായം, റിവ്യൂ എന്താണെന്ന് കൂടെ നോക്കാം നമുക്ക്.
கேரளா வந்து காட்ஸ் ஓன் கண்ட்ரின்னு சொல்லுவாங்க. ஆக்சுவலாக இங்கே வந்ததுக்கப்புறம் தான் அது ஃபீலே பண்ணோம் இது வந்து காட்ஸ் ஓன் கண்ட்ரின்னு. ஏன்னா இந்த லேக் ஃபுல்லாக லோட்டஸ் இருக்குது, நீங்கள் எங்கே பார்த்தாலும் லோட்டஸாக தான் இருக்கும். ஸோ ஒரு சூப்பரான பிளேஸு. മലരിക്കൽ 9,000 പാടശേഖരമാണിത്. ഈ 1850 ഏക്കറാണ് ഇതിൻ്റെ ഈ വിസ്തീർണം. അതിൽ 475 പേര് കൃഷിക്കാരുണ്ട്. അര ഏക്കറുള്ളവരുണ്ട്, ഒരേക്കറുള്ളവരുണ്ട്, 10 ഏക്കറുള്ളവരുണ്ട്. അങ്ങനെയാണ് ഇതിന് പഞ്ചായത്താണ് ഏറ്റെടുത്തിരിക്കുന്നത്. തിരുവാർപ്പ് പഞ്ചായത്ത് ഇത് ഏറ്റെടുത്തിരിക്കുക. എന്നിട്ട് ഞങ്ങൾ ഇവിടെ എല്ലാം വള്ളം കൊണ്ടിട്ടിരിക്കുക. അപ്പം വള്ളത്തിന് പഞ്ചായത്തിൽ നിന്ന് ഒരു 100 രൂപ കൊടുക്കണം. പിന്നെ പാടശേഖരത്തിന് ഒരു 100 രൂപ ഒരു ഓട്ടോ ഒരു ആഴ്ച ഒരു പ്രാവശ്യം കൊടുക്കണം. പിന്നെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഗസ്റ്റുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. വിദേശികളൊക്കെ ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഒരു വള്ളത്തിന് 1000 രൂപ. അത് എത്ര പേരുണ്ടെങ്കിലും 1000 രൂപ. കായൽ വരെ പോകുന്നതിന് 1000 രൂപ. ഇവിടെ ഈ പ്രദേശങ്ങളിൽ നടക്കുന്നതിന് ഈ കൊച്ചുവള്ളത്തെ കൂടെ തള്ളി നടക്കുന്നതിന് ഒരാൾക്ക് 100 രൂപ. ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ കായലിലോട്ട് പോയാൽ ഇഷ്ടംപോലെ പൂക്കളുണ്ട്, നിറച്ച് പൂക്കളാണ്. വരുന്നവർക്ക് കണ്ട് സന്തോഷിച്ച് ഉല്ലസിച്ച് പോവാം. അതിനെ ഫോട്ടോ എടുക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബസ് സർവീസും ഇവിടെ ലഭ്യമാണ്. കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് മലരിക്കലേക്ക് പ്രത്യേകം ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അതുവഴിയും ഇങ്ങോട്ടേക്ക് എത്താം. ആകെ 5-6 കിലോമീറ്റർ ഉള്ളൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട്. ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയിലാണ് വന്നത്. എന്തായാലും കാഴ്ചകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല, യാത്രകളും ഒരിക്കലും അവസാനിക്കുന്നില്ല. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോയിൽ, നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.